വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാം കേട്ടോ. വെക്കേഷനായിട്ട് നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകാമെന്നുള്ള പ്ലാനിൽ എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. ആമിക്കും റൂമിക്കൊക്കെ ഇഷ്ടമുണ്ടാവുക എന്തെങ്കിലും ഗെയിമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു ഫിലിമിന് പോവാം. പിന്നെ അത് അവർക്കും ഇഷ്ടമാണ്. കുറച്ചുകൂടെ അങ്ങനത്തെ കുറച്ച് ഫണ്ണായിട്ടുള്ള ഫിലിമൊക്കെ ആണെങ്കിലും കുറച്ച് ചിരിക്കാനുള്ള ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാവുമല്ലോ. അപ്പം ഞങ്ങൾ ജിംഖാന നല്ലതാ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുവേണ്ടി ഞങ്ങളൊരു 7:30-ക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. കാരണം അവർക്ക് കുറച്ച് നേരം അതിലേക്ക് ഒന്ന് കറങ്ങി നടന്ന് ഹൈലൈറ്റിലൂടെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഫിലിം കയറാം എന്നുള്ളതാണ് ഞങ്ങളെ പ്ലാന്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹൈലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് എത്തി കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ട്രൈ ചെയ്യാന്നാണ്. അപ്പോൾ ആമിത പറയുന്നു ഒരു ആലു ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നമുക്ക് ആലു സ്പ്രിങ് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്, ഇല്ല ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഞങ്ങൾ പറയായിരുന്നു നീ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ, അപ്പോൾ അത് വാങ്ങിക്കണ്ടെന്നൊക്കെ. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് ടൂർ പോയ സമയത്ത് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് മാത്രം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റൂമിക്ക് ഞങ്ങൾ വാങ്ങിച്ചില്ല, കാരണം ആമിയെ കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ ഒരൊറ്റ പൊട്ടാറ്റോ വെച്ചിട്ട് അവരിങ്ങനെ സ്പ്രിങ് പോലെ ചെയ്യാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിങ്ങനെ സ്പ്രിങ് ആയിട്ട് വരുന്നത്. ഇനി അതിനൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നവർ. എന്നിട്ട് ആ ഒരു നല്ല ഡീപ്പ് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഒരു ക്രീം എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ക്രീമാണ് അത്. പിന്നെ അതേപോലെ വേറെ എന്തോ ഒരു അധികം സ്പൈസി വേണ്ട പറഞ്ഞു ഞങ്ങൾ. സ്പൈസി വേണ്ടവർക്ക് കുറച്ചുകൂടെ സ്പൈസി ആക്കി തരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല ശബ്ദം കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഈ മെഷീൻ്റെയും പിന്നെ ഈ മോളിലൊക്കെ ഭയങ്കര ബഹളമാണ്, മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇത് നമ്മളെ പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ പാപ്പുവിന് വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ പാപ്പുവിന് ചായയാണ് കേട്ടോ. പുറത്തിറങ്ങിയാൽ പാപ്പു കുറച്ചുകൂടെ ചായ കുടിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾക്ക് ചായ മേടിക്കാം. പിന്നെ ഞാനും ചായ കുടിക്കുന്ന ആളാണ്. നാസി മാത്രമേ ചായ കുടിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലും ഫുഡ് കോർട്ടിൽ നിന്ന് ഒരു ചായയൊക്കെ പറയാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അത് ആമി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആമി അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണേ. ആദ്യം കുറച്ച് നല്ല ചൂടുണ്ട്, എന്നാലും അവൾ പയ്യെ നോക്കി കഴിക്കുകയാണ്. പാപ്പു ഇവിടെ ഭയങ്കര പോസിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അവളെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ ലോഞ്ചിൽ കയറി. ഇവിടെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാനും. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആമീൻ്റെ കഥകളൊക്കെ പറയായിരുന്നു കേട്ടോ. ആമി കണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെയും കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. അപ്പം ജ്യൂസ് വന്ന സമയത്ത് അവൾ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പാപ്പ പറയുന്നു കുടിക്കാൻ പാടില്ല, തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ആമിക്ക് ഗ്ലാസ് എടുത്തിട്ട് ആളെന്നെ വന്നിട്ട് പെട്ടെന്ന് 2 ഗ്ലാസ് ജ്യൂസ് കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ഫിലിം കാണാണ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇതാ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ സാഗറിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ളതാണ് പ്ലാന്. അപ്പോൾ നമ്മളത് അവിടെ എത്തി എല്ലാവരും ഓരോ സാധനമൊക്കെ ഓർഡർ ചെയ്യാണ് കേട്ടോ. അപ്പൻ്റെ യൂണിക്കോണിൽ എന്തൊക്കെയുള്ള പറയും? ഏഞ്ചൽ ഉണ്ട്, പിന്നെ 3 ഏഞ്ചൽ ഉണ്ട് അല്ലേ. പാപ്പു പൊറോട്ട കഴിക്കാൻ പോവാ. പൊറോട്ട ഇഷ്ടം, പത്തിരി, വേറെന്താ? ഒന്നും വേണ്ട. നല്ല ചൂട് പൊറോട്ടയും മീൻ കറി, ബീഫ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ല 2 സ്ട്രോങ് ചായ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചായ പറയുമ്പോൾ കൂടെ പാപ്പൂനും പറയണം.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ പറഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചൂട് പൊറോട്ടയും മീൻകറിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഒരു കുഞ്ഞ് കുട്ടികൾ കളിക്കുന്ന സ്പേസ് ഉണ്ട്. അവിടെ കയറി അവർ കുറച്ച് നേരം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ആമിക്ക് പറ്റില്ല, അത് വലിയ കുട്ടികളതല്ല, ചെറിയ കുട്ടികളുടെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എപ്പോഴും നമ്മൾ കോഴിക്കോട് വരുന്നതാണ് നാച്ചുറൽസ്. അപ്പോൾ അവിടെ നിർത്തി വെച്ചേക്കാണ്. എന്താ നിന്റെ ശബ്ദം അടഞ്ഞു പോയല്ലോ? തണുത്ത വെള്ളം കുടിച്ചിട്ടാണോ? അല്ല, അപ്പോൾ നമ്മളെ സ്ഥിരം നാച്ചുറൽസിൽ വന്നിട്ടുണ്ടല്ലേ നമ്മള്. കുറച്ച് തിരക്കുണ്ട്. അതെ, കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് അമ്മ പോയിട്ട് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ പാപ്പുവിന് ഉറക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങുന്നില്ല അല്ലേ പാപ്പു? ഓക്കെ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഫ്ലാറ്റിൽ പോയിട്ട് ഇനി കഴിക്കും. പാപ്പുവിന് എന്താ പറഞ്ഞ, അമ്മ എന്തായിരുന്നു സ്ഥിരം ഇവിടെ നിന്ന് വാങ്ങിക്കാറ്? ഞാൻ എപ്പോഴും ഞാൻ വാങ്ങല് കോക്കനട്ടാണ്. എന്താണ് ചില സമയത്ത് ഏതോ ഒരു സമയത്ത് ഞാൻ എന്തോ ചോക്ലേറ്റ് വേറെ ഏതോ അപ്പൊ ഒരു സ്പെഷ്യൽ പറയലുണ്ട്, അതിന്റെ പേര് മറന്നുപോയില്ല. അത് എന്തോ ബ്ലൂബെറി പിന്നെ റാസ്ബെറി ഒക്കെ റിയലിന് തന്നെ ഉണ്ടാക്കി നാച്ചുറൽ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന. ഞാനിതാ നമ്മള് ഇന്ന് പുതിയതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് കിട്ടിയ ബ്രേസ്ലെറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ബ്രേസ്ലെറ്റിന്റെ സെറ്റ്. അതെ, ഇന്നൊരു ഹോൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ്, നമുക്ക് കഴിഞ്ഞില്ല. കാരണം വന്ന് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് പോയി. അതെ, നല്ല ചക്ക. ഇഷ്ടപ്പെട്ടോ പാപ്പുന്? മാംഗോ ആണ് നല്ല ചക്ക പറയുന്നത്. അപ്പോൾ വീട്ടിൽ പോയിട്ടല്ല, വണ്ടിയിൽ തന്നെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ. ഫ്ലാറ്റൊക്കെ എത്തുമ്പോഴേക്കിനും ഐസ്ക്രീമൊക്കെ മെൽറ്റായി പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ തന്നെ കഴിക്കാൻ നോക്കി. പിന്നെ നല്ല ഫിലിമായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടത്. ജിംഖാന നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളത് പറയായിരുന്നു, ഒരു സ്പോർട്സ് മൂവിയൊക്കെ ആണെങ്കിലും അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. നല്ല കുറേ ചിരിക്കാനുള്ള, കുട്ടികളൊക്കെ പോയിട്ടാണെങ്കിലും നല്ല ഫണ്ണായിട്ടുള്ള നല്ലൊരു മൂവിയായിരുന്നു. എല്ലാവർക്കും പോയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടമായിരുന്നു. അപ്പോൾ ഫിലിമൊക്കെ കഴിഞ്ഞു, നമ്മളെ ഒരു കുഞ്ഞു ഔട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.